ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും OMKV കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാ, നിതിൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവനല്ല, അവൻ്റെ ഫാദർ ഉണ്ടാക്കിയിട്ടാണ് ഇതൊരു കട്ടിൽ. ഇതേപോലത്തെ ഒരു 2 കട്ടിലുണ്ടായിരുന്നു ഇവിടെ. ഈ അങ്ങോട്ടൊക്കെ ഈ പുഴയും കണ്ട, ഈ പുഴയുടെ ഫ്രണ്ടിൽ ഇതേപോലെ കട്ടിലൊക്കെ ഇട്ട് വൈകുന്നേരം രാത്രിയൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാൻ നല്ല രസമായിരിക്കില്ലേ. ശരിക്കും അവന് ഭയങ്കര ഭാഗ്യം. അവൻ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്, കിടക്കാറുണ്ട്. ഞങ്ങൾ രാത്രിയൊക്കെ അവിടെ വന്ന് ഇരിക്കാറുണ്ട്. അതുകൊട്ടെ നമ്മളിന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോണേ. അത് കുറച്ച് ചിക്കൻ കാല് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു 10 ചിക്കൻ കാല്. അപ്പോൾ അതെങ്ങനെ വെറൈറ്റി ആയിട്ടൊന്ന് ഗ്രില്ല് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കാൻ പോണം. അപ്പോൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് പണി തുടങ്ങാം. ഇവിടെ ഇട്ട് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോണം. അപ്പോൾ ഏലക്ക ഒന്ന് ഇടിച്ച് ചതച്ചിട്ട് വേണം. കുരുമുളകും കൂടി ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കും. കുരുമുളക് നമ്മൾ ഇങ്ങനെ ഇട്ട് ഇടിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്ലേവർ ആയിരിക്കും. അതുമല്ല, കുരുമുളകിന്റെ ശരിക്കും ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അപ്പം ഇടിച്ചെടുക്കണം. അപ്പൊ കുരുമുളക് ഇടിച്ചു കഴിഞ്ഞ് അപ്പൊ ഇനി നമ്മുടെ മസാലയും സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് വേണം, തൈരിലാണ് നമ്മുടെ പരിപാടി ഇരിക്കുന്നുണ്ട്. കുറച്ച് തൈര്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് 3 കൂടി ഇടിച്ചതാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. മുഴുവൻ ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഉപ്പ്, നാരങ്ങയും കൂടി അരിഞ്ഞ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഒരു ഫുള്ള് നാരങ്ങ അങ്ങനെ തന്നെ ഒഴിക്കണ്ട കേട്ടോ. ചില ആൾക്കാർ തൈരും മീറ്റും കൂടിയൊക്കെ ഒന്നും കഴിക്കാറില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു സാധനത്തിന് തൈര് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തൈര് നമ്മൾ ഇടുന്ന കാര്യമാണ്. അപ്പോൾ ഇനി ഏറ്റവും അവസാനം നമ്മൾ കുരുമുളകും 2 ഏലക്കായും കൂടി ഇടിച്ചു വെച്ചത്, അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണം. സംഭവം നല്ല എരിവും നല്ല ഫ്ലേവറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ സ്പൂണുണ്ട്, സ്പൂൺ കൊണ്ട് സാധനം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കാല് റെഡിയാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പതുക്കെ വരയണം. വരഞ്ഞിട്ട് മസാലയിലിട്ട് പുരട്ടി ഒന്ന് റെഡിയാക്കണം. നല്ല സൂപ്പറായിട്ട് വരഞ്ഞാൽ അത്രയും നല്ലതാണ്. നല്ലപോലെ താഴ്ത്തി വരയുക. അപ്പോൾ അങ്ങനെ 10 കാലും ഇതേപോലെ നല്ലപോലെ വരയുക. ഓക്കെ, അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് പുരട്ടി ഒന്ന് റെഡിയാക്കണം. കൈ കൊണ്ട് തന്നെ പറ്റണം, വേറെ രക്ഷയില്ല. പിന്നെ അതല്ല, വേറൊരു കാര്യമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ കുന്തക്കാലൊക്കെ ഇരുന്ന് ഭയങ്കര പണിയായിരിക്കില്ല. നല്ല സുഖമുണ്ടെങ്കിൽ ഇരുന്ന് ചെയ്യാം. പക്ഷെ എന്നാലും ആ ഒരു തൃപ്തി കിട്ടണല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇനി ഒന്ന് പുരട്ടി റെഡിയാക്കാം.
കൊള്ളാം, നല്ല സൂപ്പർ മസാലയാണ്. മസാല കാണുമ്പോൾ തന്നെ കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കണ്ട നമ്മുടെ മസാല കണ്ട, അടിപൊളി, എന്ത് നല്ല രസം മസാല. ഇതിങ്ങനെ ചിക്കൻ്റെ പുറത്തായിട്ട് ഇത് കണ്ട, ഇതിങ്ങനെ ഇങ്ങനെ കാലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ എന്താ രസമല്ലേ, അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കാലുമേല് മസാലയൊക്കെ പുരട്ടി റെഡിയാണ്. നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഒരു മണിക്കൂറെങ്കിലും വെച്ചെന്നാൽ നല്ലതാണ്. നോക്കാം, പരമാവധി 1 മണിക്കൂർ വെക്കാൻ പറ്റുമോ നോക്കാം. അപ്പോഴേക്കും നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളും കനലും ഒക്കെ കത്തിച്ചെടുക്കണം. അപ്പോൾ അപ്പോഴേക്കും സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. സംഭവം കത്തിക്കാൻ തുടങ്ങി. അതായത് കുറച്ച് ചിരട്ട വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നമ്മുടെ കനൽ ഇട്ട് കൊടുത്താൽ, അതായത് കരി ഇട്ട് കൊടുത്തെന്നാൽ ഇതിങ്ങനെ ഇരുന്ന് പെട്ടെന്ന് കത്തിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ അരമണിക്കൂറായി. അരമണിക്കൂറല്ല, 1/4 മണിക്കൂറായി. അപ്പോൾ കനലും നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രില്ലിങ് പരിപാടി തുടങ്ങി. ചൂടധികമായതുകൊണ്ട് ഞാൻ കട്ട ഒന്ന് ചരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ ഓരോന്നെ പെറുക്കി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ മാത്രം മതി. നമുക്കെല്ലാം ഇതിന്മേൽ തന്നെ വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. മസാല ഇച്ചിരി കൂടുതലുള്ളതുകൊണ്ട് അടിയിലേക്ക് നൈസായിട്ട് പോകുന്നുണ്ട്. ചിക്കൻ ഇരിക്കുന്ന ഇരിപ്പുണ്ട, മറ്റേ ഒരമ്മ പെറ്റ മക്കളെ പോലെ ചിക്കൻ കാലുണ്ട. സംഭവം കാണാൻ തന്നെ നല്ല രസമാണ്. കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ക്യാമറ കയ്യിൽ പിടിച്ചേക്കണേ, എന്നിട്ടാണ് ഞാൻ വീശണം. ഇതിങ്ങനെ ഇടയ്ക്ക് വീശി കൊടുക്കണമല്ലോ. ചിക്കന് ഏതാണ്ടൊക്കെ ഒരു സൈഡ് വെന്തിടണതാണ്. അപ്പൊ ഒന്ന് ഞാൻ മറിച്ചിടാൻ വേണ്ടി പോയി. ഓക്കെ, ഒരു സൈഡ് നൈസായിട്ട് ഇത്തിരി കരിഞ്ഞിട്ടുണ്ട്. നൈസ് ഇത്തിരി കരിഞ്ഞിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കും ഒരു ടേസ്റ്റ് വരിക. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സൈഡും കൂടി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ നല്ലപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇത് കണ്ട, നല്ല സെറ്റപ്പായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇത് കണ്ട, ഈ ഭാഗത്തോട്ട് വന്നപ്പോളേ അവൻ്റെ അതെ കുറച്ച് നമ്മൾ വരഞ്ഞത് ഇച്ചിരി കൂടിപ്പോയി. ഇത് കണ്ട, വിട്ടിഞ്ഞ് കണലിൻ്റെ താഴത്തേക്ക് പോകുമോ
എന്നാണ് പേടിച്ച് ഇങ്ങനെ ഇരിക്കണേന്ന്. തൂങ്ങി കിടക്കണണ്ട. എന്നാലും കുഴപ്പമില്ല, പോകുന്ന മുമ്പ് ചാടി പിടിച്ചെടുത്തേക്കാം. ഇവനൊന്ന് പയ്യെ ഒന്ന് മറിച്ച് ഇങ്ങനെ കറക്കിയൊക്കെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാ ഭാഗവും മൊത്തത്തിൽ കരിഞ്ഞു പോകും. ഇതിപ്പോൾ കുഴപ്പമില്ല, റെഡി ആയി വന്നിട്ടുണ്ട് നല്ലോണം. ഓക്കെ, ഇത്തിരി നേരം കൂടി ഒന്ന് ഇരുന്നാൽ നമ്മുടെ ചിക്കൻ റെഡിയാവും. അതായത് നമ്മളെ തൈര് ചിക്കൻ അല്ലേ, തൈര് ചിക്കൻ കാലി റെഡിയാണ് കേട്ടോ. കുറച്ച് നേരം കൂടി ഒന്ന് ഇരുന്നാൽ മതി. ഇതിപ്പോൾ ചിക്കൻ ഏതാണ് കനൽ ഏതാണെന്ന് മനസ്സിലാണല്ലോ, അതേപോലെ ഇരിക്കണം കനലും ചിക്കനും കൂടി. അപ്പം നമ്മുടെ തൈര് ചിക്കൻ റെഡിയാണ്. തൈരിൽ മുക്കി മസാല മുക്കി പുരട്ടി എടുത്ത് ഗ്രില്ല് ചെയ്ത് ചിക്കൻ റെഡിയാണ്. അപ്പം ഇത് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കണം. സംഭവം റെഡിയാണ്. അപ്പം ഞാനിത് എടുത്ത് ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടിയാണ്. അപ്പം ചിക്കൻ ഞാനിത് നടത്തിയെടുക്കുന്നില്ല, ഗ്രില്ലാടെ തന്നെ എടുത്ത് മാറ്റാനാണ് എൻ്റെ പരിപാടി. അല്ലെങ്കിൽ ഇതിഞ്ഞ് പെറുക്കി എടുക്കണ്ടല്ലോ. അപ്പം ഇതിങ്ങനെ തന്നെ ഞാൻ എടുക്കണേ. ഗ്രില്ലടക്കം അതായത് കണ്ടോ, പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ മുകളിലേക്ക് ഞാൻ ഗ്രില്ലടക്കം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതെടുത്തിട്ട് പതുക്കെ ഒന്ന് കഴിച്ചാൽ മാത്രം മതി. സംഭവം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ നൈസായിട്ട് കരിഞ്ഞിട്ടുണ്ട്. അതായത് കരിഞ്ഞെന്ന് പറഞ്ഞാൽ ആ ഒരു പുക പിടിച്ച് ഇതായതാ, വേറെ പ്രശ്നമൊന്നുമില്ല. അച്ചു ഒരു പീസ് താഴ്ത്തുപോയി. സംഭവം റെഡിയാണ്. ലൈറ്റ് പോയി, ഇരുട്ടായി. അപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് സംഭവം കഴിച്ച് കാണിച്ച് ഇത് നമ്മൾ തീർക്കാൻ പോണേണ്. വേണ്ട, ചിക്കൻ നല്ല സൂപ്പറായിട്ട് വെന്ത് മൊരിഞ്ഞിരിപ്പുണ്ട്. വേണ്ട, ഇതണ്ട ചിക്കൻ അപ്പോൾ റെഡിയാണ്. ഇത് കണ്ട, ഏത് ചിക്കൻ കാലി കഴിക്കും എന്നാണ്. ഇത് വേണോ അല്ലെങ്കിൽ ഇത് വേണോ എന്നാണ്. ഇത് കണ്ട, ഇത് വേണോ അല്ലെങ്കിൽ ഈ കാല് വേണോ എന്നാണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ. ഇത് ഇത്തിരി നമ്മുടെ പൊളിഞ്ഞ് താഴത്തേക്ക് വീണതാണ്. എന്തായാലും കഴിച്ചു നോക്കാം. ഇത് തന്നെ കഴിക്കാം. ഓക്കെ, അപ്പോൾ ഈ കാല് തന്നെ അങ്ങോട്ട് കഴിച്ചേക്കാം. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. എൻ്റെ പൊന്നു സാറേ, അടിപൊളി. ആദ്യം ഞാൻ ഏലക്ക ഇട്ടില്ല. ഏലക്കയുടെ ആ ഒരു സാധനം, നല്ല ആ ഒരു മണവും ആ ഒരു ടേസ്റ്റ് നമുക്ക് ഉള്ളിൽ വായുടെ അകത്ത് അറിയാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ തൈര് ചിക്കൻ.